നമസ്കാരം. ഈ ചിത്രം കണ്ട അതിൽ ബേക്കിലെ നിരയിൽ, അതായത് മൂന്നാം നിരയിൽ നിന്ന് ഇടത്തു നിന്ന് രണ്ടാമതിരിക്കുന്ന തൊപ്പി വെച്ച കണ്ണടിട്ടിരിക്കുന്ന ഒരാളെ കണ്ട? ആളുടെ പേരാണ് സവർക്കർ, വിനായക് ദാമോദർ സവർക്കർ, VD സവർക്കർ. ഈ VD സവർക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നു എന്നും പറഞ്ഞ് നാടായ നാട്ടിൽ പ്രചരണം നടത്തി ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രപിതാവാക്കാൻ ചില കൂട്ടർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലും ആ ചോദ്യവും എടുത്തുപിടിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ക്വിസ് മത്സരം നടത്തി. നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് സവർക്കറെ കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. സവർക്കറുടെ 6 മാപ്പുകളുടെ ഒരു കഥയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിന് പിന്നാലെ അയാൾ പുറത്തിറങ്ങി എന്താണ് ചെയ്തത് എന്ന കാര്യം കൂടി, അതൊക്കെ ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു പ്രതിക്കൂടാണ്, കോടതിയിലെ കൂട്. ഗാന്ധി വധക്കേസിൽ പ്രതികളെ കൂട്ടത്തോടെ വിചാരണയ്ക്കെത്തിച്ച ചിത്രമാണ്. എല്ലാവരും ഉണ്ട്, ഗോഡ്സെ മുതൽ സവർക്കർ വരെ. 7ാം പ്രതിയായിരുന്നു സവർക്കർ. ഗൂഢാലോചന നടത്തി ഗാന്ധിജിയുടെ കൊലപാതകത്തിന് വേണ്ടി പ്രതികളെ പറഞ്ഞയച്ചു എന്നുള്ള കേസാണ്. ഈ സവർക്കറെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മൂപ്പരെ പിന്നീട് ആ കേസിൽ തെളിവ് കൃത്യമായി ഹാജരാക്കാത്തതിൻ്റെ തുടർച്ചയായിട്ട് വിട്ടയച്ചു. ഏറ്റവും കൂടുതൽ കാലം ജയിലിലടക്കപ്പെട്ടു എന്നത് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കണക്കുകളിൽ പൊരുത്തപ്പെടാത്ത കാര്യമാണ്. കാരണം 10,000-കണക്കിന് മനുഷ്യർ ജീവിതകാലം ഏകദേശം 90% ജയിലിൽ കഴിഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ കണക്കിന് എന്താണ് പ്രസക്തി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിൽ മുൻനിരയിലുള്ള ചില നേതാക്കളുടെ ജയിൽവാസത്തിൻ്റെ കാലയളവൊക്കെ എടുത്ത് ഒരു കണക്കങ്ങ് പറഞ്ഞ് ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം കിടന്നത് എന്ന് പറഞ്ഞ് ഒരു മഹത്വം നിർമ്മിച്ചെടുക്കാനുള്ള തന്ത്രമാണത്. എന്നാൽ ആ തന്ത്രം സവർക്കർ അനുയായികൾ പയറ്റുമ്പോൾ അതിന് നമ്മളും നിന്നു കൊടുക്കണം. ആദ്യകാലത്ത് ജയിലിൽ അടക്കപ്പെട്ട ഒരാളാണ്, സമരത്തിൻ്റെ ഭാഗമായി പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അന്തമാനിലെ ജയിലിലേക്ക് അടക്കപ്പെട്ടതിന് ശേഷം സവർക്കർക്കുണ്ടായ രൂപപരിണാമവും ഭാവപരിണാമവും രാഷ്ട്രീയ പരിണാമവും ഒക്കെ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന ആൾ എന്നൊക്കെയുള്ള ആ നറേറ്റീവിലൂടെ സംഘപരിവാർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന കഥകളുടെ ഉള്ളടക്കം. ഗാന്ധിജിയെ വധിച്ച കേസിലെ വിട്ടയക്കപ്പെട്ടതാണെങ്കിലും പ്രധാനപ്പെട്ട പ്രതി ഗാന്ധിയേക്കാൾ കേമനാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ അവർ നിഷേധിക്കുന്നതും സ്വീകരിക്കുന്നതും എന്താണ് എന്ന് വ്യക്തമാണല്ലോ. ഗാന്ധി വധക്കേസിൽ, ഗൂഢാലോചന കേസിൽ തെളിവുകൾ അട്ടിമറിച്ചതുകൊണ്ട് ഗോഡ്സേക്കും കൂട്ടർക്കും ഒപ്പം ശിക്ഷിക്കപ്പെട്ടില്ല എന്ന വസ്തുതയുടെ ബലത്തിൽ ഇക്കാലത്ത് നിർമ്മിക്കാൻ വെമ്പുന്ന നാടകങ്ങളിൽ നമ്മൾ പരോക്ഷമായെങ്കിലും പങ്കുവഹിക്കുമ്പോൾ അത് ചരിത്രത്തോട് കാണിക്കുന്ന അനീതിയായി മാറും. സവർക്കറുടെ പ്രിയ ശിഷ്യനായി അറിയപ്പെടുന്ന ഗോഡ്സെ അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സവർക്കറുടേത് തന്ത്രപരമായ മാപ്പപേക്ഷകളായിരുന്നു. അദ്ദേഹത്തിൻ്റെതായി ലഭ്യമായിട്ടുള്ളത് 6 മാപ്പപേക്ഷകളാണ്. ആ 6 എണ്ണത്തിൽ ഒന്നെങ്കിലും വായിച്ചാൽ എന്താണ് ആ തന്ത്രം എന്ന് വ്യക്തമാകും. അതിനുശേഷം അദ്ദേഹം ചെയ്ത കാര്യവും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള തന്ത്രമോ ബ്രിട്ടീഷ് മുക്തിക്ക് വേണ്ടിയുള്ള തന്ത്രമോ അതുമല്ല ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ അന്തിമ വിജയത്തിന് വേണ്ടിയുള്ള തന്ത്രമോ ഇതൊന്നുമായിരുന്നില്ല സവർക്കറുടെ പ്ലാൻ എന്ന് മനസ്സിലാവും. അത് പിന്നെ എന്താണ്? ആ 6 മാപ്പപേക്ഷകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. PN ഗോപികൃഷ്ണൻ എഴുതിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്നൊരു പുസ്തകമുണ്ട്. മലയാളത്തിൽ വായിക്കേണ്ട പുസ്തകമാണ്. അധികകാലമൊന്നും ഇതിങ്ങനെ നിലനിൽക്കാൻ സാധ്യതയില്ലാത്തൊരു പുസ്തകം കൂടിയാണ്. ഗാന്ധിജിയെക്കാളും മൂത്ത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ചിലർ വെമ്പൽ കൊള്ളുന്ന സവർക്കറുടെ 6 മാപ്പപേക്ഷകൾ അവിടെയായി ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. 6 മാപ്പുകൾ. 1911 ആഗസ്റ്റ് 30-നാണ് ആദ്യ മാപ്പപേക്ഷ ബ്രിട്ടീഷ് സർക്കാരിന് സവർക്കർ നൽകുന്നത്. അന്തമാനിൽ തടവിലെത്തി 2 മാസം കഴിയും മുമ്പ് തന്നെ മൂപ്പരങ്ങ് മാപ്പപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും വിടണം എന്ന് പറഞ്ഞുള്ള ആദ്യ മാപ്പപേക്ഷ. അത് പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ തള്ളിക്കളഞ്ഞു. 1912 ഒക്ടോബർ 29-ന് തൻ്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെട്ട് 2ാമത്തെ മാപ്പപേക്ഷ എഴുതി. എന്നാൽ അനുമതി കൂടാതെ മറ്റുള്ളവർക്ക് കത്തെഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ് അധികൃതർ ആ കത്ത് പിടിച്ചെടുത്തു. അയക്കാൻ പറ്റിയില്ല. മൂപ്പര് പക്ഷെ തളർന്നില്ല. 1913 നവംബർ 14-ന് വീണ്ടും എഴുതി. ആ കത്തിലെ അവസാന ഖണ്ഡികയിലാണ് സവർക്കർ പൂർണ്ണമായും കീഴടങ്ങുന്ന ചില സൂചനകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഫാഡ്കെയും ചാപ്പേക്കർ സഹോദരരെയും കുറിച്ച് കവിത രചിച്ച അഭിനവ് ഭാരത് എന്ന ബ്രിട്ടീഷ് വിരുദ്ധ സംഘടന ഉണ്ടാക്കിയ കഴ്സൺ വില്ലിയെയും ജാക്സണെയും വധിക്കാൻ പ്രേരിപ്പിച്ച, ബ്രിട്ടീഷ് വിരുദ്ധ യുദ്ധത്തിൽ ചാവാനും കൊല്ലാനും യുവാക്കളെ പ്രേരിപ്പിച്ച സവർക്കറുടെ സമ്പൂർണ്ണ കീഴടങ്ങലായിരുന്നു അവിടെ ആരംഭിച്ചത് എന്നാണ് PN ഗോപികൃഷ്ണൻ പറയുന്നത്. ആ മാപ്പപേക്ഷയിലെ അവസാന ഖണ്ഡിക ഞാൻ വായിക്കാം. സർക്കാർ അതിൻ്റെ ഉദാരമായ പാതയിൽ ഉൾപ്പെടുത്തി എന്നെ വിമോചിപ്പിക്കാൻ ദയ കാണിക്കുകയാണെങ്കിൽ എന്നെപ്പോലെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനോട് വിധേയനും ഭരണഘടനാ പുരോഗതിയുടെ ഏറ്റവും ശക്തനായ വക്താവുമായി മറ്റാരും ഉണ്ടായിരിക്കില്ല. അതാണല്ലോ പുരോഗതിയുടെ പ്രാഥമികമായ സ്ഥിതിവിശേഷം. ഞങ്ങൾ ജയിലിലായിരിക്കുന്നിടത്തോളം കാലം ബഹുമാനപ്പെട്ട പൊന്നുതമ്പുരാൻ്റെ പ്രജകളിൽ 100 കണക്കിനും 1000 കണക്കിനും വരുന്ന വീടുകളിൽ യഥാർത്ഥ സന്തോഷവും ആനന്ദവും വിളയാടുകയില്ല. കാരണം രക്തം വെള്ളത്തേക്കാൾ കട്ടിയുള്ളതാണ്.
പക്ഷെ ഞങ്ങൾ മോചിതരാവുകയാണെങ്കിൽ ഈ മനുഷ്യർ സ്വയം തിരുത്താനും മാപ്പ് ചോദിക്കാനും, ഞാൻ മാത്രമല്ല പുറത്തുപോയ ആളുകൾ മൊത്തം മാപ്പ് ചോദിക്കാനും, ചീത്ത വിമർശനം ഉയർത്തുന്നതിനേക്കാളും പ്രതികാരം ചെയ്യുന്നതിനേക്കാളും അറിവുള്ളവർ സന്തോഷപ്രദമായ ഒരു അട്ടഹാസത്തിലേക്കും ഗവൺമെൻറ്റിനോടുള്ള നന്ദി പ്രകടനത്തിലേക്കും തന്നെത്താൻ ഉയർത്തപ്പെടും. വിടണം കേട്ടോ. പക്ഷേ അതിലുപരിയായി ഞങ്ങൾ എന്ത് ചെയ്യും വിട്ടാൽ എന്നുകൂടിയാണ് പറയുന്നത്. ഭരണഘടനാപരമായ മാർഗത്തിലേക്കുള്ള എൻ്റെ മാറ്റം ഇന്ത്യയിലെയും വിദേശത്തെയും തെറ്റായി നയിക്കപ്പെട്ട, ഒരിക്കൽ എന്നെ മാർഗനിർദ്ദേശകനായി കണ്ട ചെറുപ്പക്കാരെ മുഴുവൻ ഭരണഘടനാ മാർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ്. ഗവൺമെൻറ്റിനെ അവർ ഇഷ്ടപ്പെടുന്ന ഏത് നിലക്കും സേവിക്കാൻ ഞാൻ തയ്യാറാണ്. ഏത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന ആ ഗവൺമെൻറ്റിനെ, കാരണം എൻ്റെ മാറ്റം പൂർണ്ണാർത്ഥത്തിലുള്ള ഒന്നായതിനാൽ ഭാവിയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെ ജയിലിലിടുന്നത് അങ്ങനെയല്ലെങ്കിൽ ലഭിക്കുന്ന ഗുണങ്ങളോട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റാത്തതാണ്. ധീരർക്ക് മാത്രമേ ദയാലുക്കളാകാൻ കഴിയൂ. അതിനാൽ ഗവൺമെൻറ്റിൻ്റെ രക്ഷാകർതൃത്വത്തിൻ്റെ വാതിലുകളല്ലാതെ വേറെ എവിടേക്കാണ് ധൂർത്തപുത്രർക്ക് മടങ്ങാൻ സാധിക്കുക, എനിക്ക് മടങ്ങാൻ സാധിക്കുക? എന്നെ വെറുതെ വിടൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കത്തിലെ ഈ ഭാഗത്ത് പറയുന്നത്. പക്ഷേ സവർക്കറുടെ ഈ മാപ്പപേക്ഷയിൽ ബ്രിട്ടീഷ് അധികൃതർ കനിഞ്ഞില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീര ദേശാഭിമാനികൾ ജയിലിലും സമരം തുടർന്ന കാലത്താണ് ഈ മാപ്പപേക്ഷകളിലൂടെ സവർക്കറുടെ തിരിച്ചറിവ് പുറത്തേക്ക് വന്നതെന്ന് മനസ്സിലാക്കണം. സഹന സമരത്തെ അധിക്ഷേപിക്കുന്നവരുടെ സഹനശക്തി എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ് സവർക്കറുടെ ഈ നിലപാട് മാറ്റം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നാടുകടത്തി ജയിലിലടച്ചപ്പോൾ തന്നെ തൻ്റെ പ്രഖ്യാപിത ശത്രുവിൻ്റെ മഹാത്മ്യം തിരിച്ചറിയുകയും മാപ്പപേക്ഷയിൽ എന്തും പറഞ്ഞ് തിരികെ സാധാരണ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ സവർക്കർ. ഇത് കഴിഞ്ഞ് 1914 അടുത്ത സംഭവം, നാലാമത്തേത്. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് സാഹചര്യത്തിൽ ഉടൻ പുതിയൊരു ഐഡിയയുമായി വിനായക് ദാമോദർ സവർക്കർ മറ്റൊരു അപേക്ഷ എഴുതി. 1914 ഒക്ടോബറിൽ ആ മാപ്പപേക്ഷ അന്തമാൻ ദ്വീപിൽ ചീഫ് കമ്മീഷണർക്ക് നൽകി. ആ കത്തിലെ ഉള്ളടക്കത്തിലെ ചില ശ്രദ്ധേയ ഭാഗം നമ്മളൊന്ന് വായിക്കാം. ഈ പുസ്തകത്തിലെ 160-ാമത്തെ പേജിൽ ആ കത്ത് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ യുദ്ധത്തിലെ ഏത് സേവനത്തിനും ഒരു സന്നദ്ധ സേവകനായി പ്രവർത്തിക്കാൻ എന്നെ തന്നെ ഞാൻ താഴ്വയോടെ വാഗ്ദാനം ചെയ്യുന്നു. അതായത് എന്നെ വെറുതെ വിട്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവിക്കാം, സന്നദ്ധ സേവകനാവാം എന്നാണ്. കത്തിൻ്റെ തുടക്കത്തിലൊക്കെ വേറെ വല്ലതും പറയുന്നുണ്ട്. നമ്മൾ പ്രധാന പോയിൻ്റാണ് പറയുന്നത്. ഏതിടത്താണോ പ്രവർത്തിക്കാൻ ഞാൻ അനുയോജ്യമായത് എന്ന് ഇന്ത്യ ഗവൺമെൻറ് കരുതുന്ന എവിടെയും ഇന്ത്യൻ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണല്ലോ. ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഒരു രാജ്യം എന്നെപ്പോലെ അപ്രസക്തനായ ഒരാളുടെ സഹായത്തെ ആശ്രയിച്ചല്ല കഴിയുന്നത്. അതേസമയം തന്നെ ഒരാൾ എത്ര കണ്ട് അപ്രസക്തനാണെങ്കിലും രാജ്യത്തെ പ്രതിരോധിക്കാൻ അയാളുടെ അല്ലെങ്കിൽ അവളുടെ സന്നദ്ധത പ്രകടിപ്പിക്കുക എന്നത് ഒരു വ്യക്തിയുടെ കടമയാണ് എന്ന് എനിക്കറിയാം. ഇന്ത്യയിൽ രാഷ്ട്രീയമായ ആക്രമണങ്ങൾ നടത്തിയതിന് തടവിലാക്കപ്പെട്ടവരുടെ പൊതുവിമോചനം പോലെ ഇന്ത്യൻ ജനതയുടെ കൂറിനെ വിസ്തൃതമാക്കുകയും അഗാധമാക്കുകയും ചെയ്യുന്ന മറ്റൊന്നില്ല എന്നും ഞാൻ താഴ്മയോടെ ബോധിപ്പിക്കട്ടെ. അത്തരമൊരു സന്ദർഭത്തിൽ എടുക്കുന്ന അത്തരമൊരു നടപടി വിദേശികളുടെ ഭരണത്തിന് കീഴിൽ കഴിയുന്നതുകൊണ്ട് ഇന്ത്യക്കാർക്ക് തുല്യ അവകാശങ്ങൾ നേടുന്നതിനായി സാമ്രാജ്യത്വത്തിനുള്ളിൽ തന്നെ പൊരുതേണ്ടി വരുന്നു എന്ന മായാവിചാരത്തെ തള്ളിപ്പറയുന്നതോടൊപ്പം അതിനെ എന്നേക്കുമായി ഒഴിവാക്കാനും അതിനുവേണ്ടി തങ്ങളുടെ കൂടെ ചേരാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുക എന്ന നികൃഷ്ടമായ പ്രവൃത്തിയെ ഇല്ലാതാക്കാനും കഴിയും. രണ്ടാമതായി, ഈ തടവുകാർ അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശക്തികൾക്ക് അവരെ തിരുത്തുക വഴി ശക്തിയുള്ളവർക്കാണ് പൊറുക്കാനും മറക്കാനും കഴിയുക എന്ന് തെളിയിക്കാനുമാകും. അതിനുപരിയായി ഹാർഡിംഗ് പ്രഭു ചെയ്ത പോലെ ഭരണഘടനയുടെ വിജയത്തിൻ്റെ രാജപാതയുടെ വിശാലമായൊരു തുറക്കൽ ചോരയുടെയും അക്രമ പ്രവർത്തനത്തിൻ്റെയും മുള്ളു നിറഞ്ഞ പാതയിൽ തിങ്ങി നിൽക്കുന്ന തിന്മയിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും അവരെ മോചിപ്പിക്കില്ലേ? എന്നെ വിടണം എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം, എൻ്റെ അനുയായികളെ മുഴുവൻ ഞാൻ തിരുത്താം, അവർ ഇനി നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കില്ല എന്നുള്ള വാഗ്ദാനമാണ് കൊടുക്കുന്നത്. ഇത്ര വരെ വിനായക ദാമോദർ സവർക്കർ അപേക്ഷയിൽ എഴുതി. എന്നിട്ട് മാപ്പ് കിട്ടിയോ? യഥാർത്ഥത്തിൽ പിന്നീടുള്ള കാലത്ത് ചില സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയ കാര്യം കൂടി PN ഗോപീകൃഷ്ണൻ ഈ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ തന്ത്രപരം എന്ന് ഈ മാപ്പപേക്ഷകളെ ന്യായീകരിക്കുന്ന സവർക്കറൈറ്റുകൾ മറ്റു ചില നിഗൂഢ പദ്ധതികൾ അദ്ദേഹത്തിൽ ചാർത്തി കൊടുത്തിട്ട് മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങി ജർമ്മനിയോട് ചേർന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാനായിരുന്നു അത്രേ ഈ മാപ്പപേക്ഷ. അതാണ് അവരുടെ വാദം. അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിന്നീട് അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് തുടർന്നുണ്ടായത്. അത് PN ഗോപീകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണ സഹിതം. അതിനായി അദ്ദേഹം 1917 ഒക്ടോബർ 5 എഴുതിയ മറ്റൊരു മാപ്പപേക്ഷ കൂടി ഉദ്ധരിക്കുന്നുണ്ട്. 5ാമത്തെ മാപ്പപേക്ഷ 1914 മാപ്പപേക്ഷ നിരസിച്ചതിന് ശേഷം എഴുതിയ കത്ത്. ഇത്തവണ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറിക്കാണ് കത്തെഴുതിയത്. ആ കത്തിൽ യുദ്ധവുമായി ബന്ധപ്പെടുത്തി രാജ്യത്തെ ജനങ്ങളെ കൂടെ നിർത്താനുള്ള സാധ്യതകൾ വിശദീകരിക്കുന്നതോടൊപ്പം മൊത്തത്തിൽ തടവുകാരെ വിടണം, എന്നെ മാത്രമായി വിടാനല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ട് എൻ്റെ മേൽ സംശയങ്ങൾ വേണ്ട, എന്നെ ഒഴിച്ച് രാജ്യത്തെ എല്ലാ തടവുകാരെയും വിട്ടോളൂ എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നുണ്ട്. 6 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ 5ാമത്തെ കാര്യം
അതുമാത്രം നമുക്ക് നോക്കാം. ശരിയായാലും തെറ്റായാലും ആയിരക്കണക്കിന് മനുഷ്യരാൽ ആരാധിക്കപ്പെടുന്നവർ, സമകാലിക ക്രമത്തിന് എതിർ നിൽക്കുന്നവർ എന്ന് കരുതി ജയിലിൽ കിടക്കുന്ന കാലത്തോളം അധികൃതരെ എതിർക്കുന്ന പാരമ്പര്യം അതിൻ്റെ ഭക്തരെയും അന്ധരായ അനുയായികളെയും നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ മനുഷ്യരെ മോചിപ്പിക്കുകയാണെങ്കിലോ, അവരിൽ ചിലരെങ്കിലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാരോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അപകടകരമല്ല എന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കി അക്കാര്യം പ്രസംഗിക്കുകയും ആ പ്രഭാവത്തിന് വേണ്ടി ഉദാഹരണം ഒരുക്കുകയും ചെയ്താൽ അവരെ മാതൃകയായി കാണുന്നവരും ഒരു പുതിയ ദിനം പിറന്നു എന്ന് ഭൂതകാലമാകുന്ന ഇരുട്ടിലേക്ക് ഇരുണ്ട സാഹസിക പ്രവൃത്തികളെ ഉപേക്ഷിച്ചുകൊണ്ട് ശുദ്ധവായുവും സൂര്യപ്രകാശവും നിറഞ്ഞ പുതിയ പാതയാൽ പുതിയ തുടക്കം ഒരുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കും. അതായത് എന്നെപ്പോലത്തെ മഹാന്മാരുണ്ടെങ്കിൽ ഞാൻ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നാട്ടിലെ എന്നെ വിശ്വസിക്കുന്ന യുവാക്കളെയൊക്കെ മാറ്റിയിടുക എന്നാണ്. ലേശം സങ്കീർണമായ വാചകഘടനയാണ്. വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. വേണമെങ്കിൽ വിട്ടോ, ഞാൻ ഇന്ന കാര്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്യാം, പുറത്തുപോയി പ്രസംഗിക്കാം, ആളുകളെയൊക്കെ അതുവരെ, അതായത് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഇരുണ്ട സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെട്ട ആളുകളെ ഞാൻ ഇങ്ങോട്ട് അവരത് ഉപേക്ഷിച്ച് എൻ്റെ വഴിയിലൂടെ വരും, അങ്ങനെ നിങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് ഈ മാപ്പപേക്ഷയിൽ അദ്ദേഹം പറയുന്നത്. മറ്റൊരു മാപ്പപേക്ഷ, ഈ മാപ്പപേക്ഷയും കിട്ടിയ ഉടനെ ബ്രിട്ടീഷ് കമ്പനി ഈ മാപ്പ് തള്ളിക്കളഞ്ഞു. കാര്യങ്ങൾ ഇതോടെ കൈവിട്ട നിലയിലെത്തി. ഈ സമയം സവർക്കറുടെ ഇളയ സഹോദരൻ നാരായണ റാവു വൈദ്യശാസ്ത്രമൊക്കെ പഠിച്ച് ഡോക്ടറായി മാറിയിരുന്നു. 1915 ജൂലൈ 28 ഒക്ടോബർ 11 ഇടയിൽ 2 കത്തുകൾ യേശുവാഹിനിയും സവർക്കറുടെ ഭാര്യ യമുനാബായിയും അവരുടെ ഭർത്താക്കന്മാരുടെ മോചനത്തിനായി യാചിച്ച് വൈസ്രോയി ആയിരുന്ന ഹെർഡിംഗ് പ്രഭുവിന് എഴുതിയിരുന്നു. ആ മാപ്പപേക്ഷ ആറണത്തിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. അതേസമയം രാജ്യമാകെ പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഗാന്ധിജിയുടെ വരവോടെ സ്വാതന്ത്ര്യ സമരം കീഴടങ്ങളുടെയും മാപ്പപേക്ഷകരുടെയും അല്ലാത്ത ശക്തമായ പോരാട്ടമായി മാറി. സവർക്കറോ അതുപോലുള്ളവരുടെ സ്വാധീനമോ ഇല്ലാതാകും വിധത്തിൽ ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിന്ന് മാറി ജനം ഒന്നാകെ മതേതര ജനസമൂഹം ഗാന്ധിജിക്ക് പിന്നിൽ അണിനിരന്നു. റൗലറ്റ് സത്യാഗ്രഹം രാജ്യമെങ്ങുമുള്ള ജനങ്ങളെ ആകർഷിച്ചു. തടവുകാർ പോലും തങ്ങളാലാവും വിധം തടവറക്കുള്ളിലും സമരങ്ങളിൽ ഏർപ്പെട്ടു. 1919 ഏപ്രിൽ 13 ലോകത്തെ നടുക്കിയ മറ്റൊരു സംഭവമുണ്ടായി. ജാലിയൻ വാലാബാഗിൽ സംഗമിച്ച 10,000-ഓളം വരുന്ന നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ചു. 379 പേരെ വെടിവെച്ചു കൊന്നു. 1200-ലധികം പേർക്ക് പരിക്കേറ്റു. ഇങ്ങനെ ചരിത്രത്തിലില്ലാത്ത വിധം ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ക്രൂരമായി പെരുമാറുമ്പോഴാണ് സവർക്കർ ജയിലിലിരുന്ന് ബ്രിട്ടീഷുകാർക്ക് സ്വന്തം ജീവിതം തന്നെ വാഗ്ദാനം ചെയ്ത് മാപ്പപേക്ഷ എഴുതി സേവനം ചെയ്ത് മുന്നോട്ട് പോകാം, എന്നെ എങ്ങനെയെങ്കിലും വിടണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരെ സേവിച്ചുകൊണ്ടിരുന്നത്. ജയിലിൽ നവയാഥാസ്ഥിതിക ബ്രാഹ്മണിസത്തിന് വളരാനുള്ള ആവാസ ഘടന സൃഷ്ടിക്കും വിധം ശുദ്ധി പ്രസ്ഥാനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. കാരണം അകത്തിരുന്നും ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് തെളിയിക്കാൻ. ഹിന്ദുവിന് തങ്ങളുടെ മതത്തിൽ നിന്നും പുറത്തേക്ക് മാത്രമല്ല, മുസ്ലിമിന് ഹിന്ദു മതത്തിലേക്ക് മതം മാറാം എന്ന സിദ്ധാന്തമുണ്ടാക്കി ബ്രാഹ്മണ മത അടിത്തറ പണിയാൻ യത്നിക്കുകയായിരുന്നു. PN ഗോപീഷ്ണൻ അത് എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗും ഇന്ത്യൻ പൊതുസമൂഹത്തിൽ കത്തി നിൽക്കുമ്പോൾ വിനായക് തൻ്റെ മാപ്പപേക്ഷയിൽ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ വെച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജയിലിൽ അനുഷ്ഠിക്കുകയായിരുന്നു. ശുദ്ധി പ്രസ്ഥാനം, ബ്രാഹ്മണ മതം മാറ്റം, ജാതി പ്രാമാണ്യം, ഇതൊക്കെ മഹാകാര്യങ്ങളായി പറഞ്ഞ പോലെ പ്രവർത്തിച്ചു മുന്നേറുമ്പോഴാണ് മറ്റൊരു കത്തുകൂടി അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം സമർപ്പിച്ച മുൻ മാപ്പപേക്ഷകൾ തള്ളിയ സാഹചര്യത്തിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയ അതേ ഭരണകൂടത്തിന് മുന്നിൽ ആ ക്രൂരത നടന്ന് 1 വർഷം തികയും മുമ്പ് 1920 മാർച്ച് 20 സവർക്കർ അടുത്ത മാപ്പപേക്ഷ നൽകി. ആ മാപ്പപേക്ഷയും നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. അതിലെ 2 ഭാഗം വലിയ കത്താണ്. ആ കത്തിലെ പ്രധാനപ്പെട്ട 2 പോയിന്റ് ഉൾപ്പെടുന്ന ഖണ്ഡിക ഞാൻ വായിക്കാം. എൻ്റെ പക്ഷത്ത് നിന്ന് കൂടുതലായി ഒരു സുരക്ഷ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിശ്ചിതവും യുക്തവുമായ ഒരു കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല. അതായത് ഞാൻ പണി നിർത്തും എന്ന്. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ എനിക്കും എൻ്റെ സഹോദരനും പൂർണ്ണ സമ്മതമാണ്. അത്തരമൊരു പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ പോലും എൻ്റെ തകരുന്ന ആരോഗ്യവും ഞാൻ തന്നെ എനിക്ക് നിഷേധിച്ച വീടിൻ്റെ മധുരാനുഗ്രഹങ്ങളും ശാന്തവും പിന്മടങ്ങിയതുമായ ഒരു ജീവിതം നയിക്കാൻ എന്നിലുണ്ടാക്കുന്ന അഭിനിവേശത്തിൻ്റെ ഫലമായി സക്രിയമായ രാഷ്ട്രീയത്തിൽ അഭിരമിക്കുന്നതിലേക്ക് ഒന്നും തന്നെ എന്നെ പ്രചോദിപ്പിക്കില്ല. ഇതാണ് രണ്ടാമത്തേത്. ഇതല്ലെങ്കിൽ മറ്റൊരു പ്രതിജ്ഞ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പ്രവിശ്യയിൽ നിലനിർത്തിക്കൊണ്ട് മോചനത്തിന് ശേഷം ഒരു പ്രത്യേക കാലം വരെ ഞങ്ങളുടെ ചലനങ്ങൾ പോലീസിനെ കൊണ്ട് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുക, ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ഭരണകൂടത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന യുക്തമായ നിബന്ധനകൾ ഞാനും എൻ്റെ സഹോദരനും സന്തോഷപൂർവ്വം സ്വീകരിക്കാം. അവസാനമായി ഞാൻ അഭ്യർത്ഥിക്കുന്നത് എന്തെന്നാൽ, ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാക്കളായ ജനങ്ങളിൽ ഭൂരിഭാഗവും ബഹുമാനപ്പെട്ട വയോധിക നേതാവും മിതവാദിയുമായ സുരേന്ദ്രനാഥ മുതൽ തെരുവിൽ സാധാരണ മനുഷ്യർ വരെ, പത്രങ്ങളും മാധ്യമ സമൂഹവും പഞ്ചാബ് മുതൽ മദ്രാസ് വരെയുള്ള ഹിന്ദുക്കളും മുഹമ്മദീയരും എല്ലാവരും ഞങ്ങളുടെ പെട്ടെന്നുള്ള സമ്പൂർണ്ണ മോചനത്തിന് ആവശ്യപ്പെടുകയും അത് അവരുടെ സുരക്ഷയോട് ഒത്തുപോകുന്ന ഒന്നാണെന്ന് വ്യക്തമാവുകയും
ചെയ്തിട്ടുണ്ട്. അതായത് വെറുതെ വിടുന്നതിന് വേണ്ടി ഞാൻ എന്ത് പണിയെടുക്കാം എന്നാണ് ആ മാപ്പപേക്ഷയിൽ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നു, താങ്കളുടെ ഏറ്റവും വിശ്വസ്ത സേവകൻ VD സവർക്കർ, കുറ്റവാളി, നമ്പർ 32778. ഇതാണ് ആ മാപ്പപേക്ഷ. 1911 മുതൽ 1920 വരെയുള്ള കാലത്ത് സവർക്കറുടെ മാപ്പപേക്ഷകളുടെ പശ്ചാത്തലത്തിൽ എങ്ങും ഗാന്ധിജി ചിത്രത്തിലില്ല. ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാം എന്നും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം എന്നുമൊക്കെ അപേക്ഷ നൽകിയിരിക്കുന്ന കാലത്ത്, ഈ കാലത്തൊക്കെ ഗാന്ധിജിയോ ബ്രിട്ടീഷുകാരുമായി സന്ധിയില്ലാ സമരത്തിലായിരുന്നു. ഒടുവിലയച്ച മാപ്പപേക്ഷയിൽ ഒന്നും തീരുമാനമാകാതെ ആയതോടെ സവർക്കറുടെ ഇളയ അനുജൻ നാരായൺ റാവു ഗാന്ധിജിക്കൊരു കത്തെഴുതി. 1920 ജനുവരി 18 ആ കത്തിനെക്കുറിച്ച് ഗോപീഷ്ണൻ പറയുന്നുണ്ട്. വ്യക്തിപരമായും ശാരീരികമായുമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും സവർക്കർ സഹോദരരെ മോചിപ്പിക്കാൻ ഗാന്ധിജി ഇടപെടേണ്ടതിനെക്കുറിച്ചും ആണ് കത്തിലുണ്ടായിരുന്നത്. യുക്തമായ തീരുമാനം ഈ സാഹചര്യത്തിൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്. എന്നാൽ ഗാന്ധിജി 1920 ജനുവരി 25 മറുപടി അയച്ചു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉപദേശം തരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നും സമ്പൂർണ്ണമായും രാഷ്ട്രീയ കാരണങ്ങളാലാണ് താങ്കളുടെ സഹോദരൻ ജയിലിൽ പോയത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബൃഹത് ഹർജി തയ്യാറാക്കാനും അതോടൊപ്പം തൻ്റേതായ ഇടപെടലുകൾ നടത്താം എന്നുമാണ് ഗാന്ധിജി പ്രതികരണം നടത്തിയത്. ഗാന്ധിജി വാക്കുപാലിച്ചു. 1920 മെയ് 6 യങ് ഇന്ത്യയിൽ സവർക്കർ സഹോദരർ എന്ന തലക്കെട്ടിൽ ഗാന്ധിജി ലേഖനം എഴുതി. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്തമാൻ ജീവിതകാലത്ത് മുസ്ലിം വിരുദ്ധത ഉയർത്തിപ്പിടിക്കുന്ന സവർക്കർക്ക് വേണ്ടി ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ശബ്ദമുയർത്തിയത് അഹമ്മദ് ഫയാസ് ഖാൻ ആയിരുന്നു എന്നതാണ്. അതിനിടെ സവർക്കർ ജയിലിൽ വെളിച്ചെണ്ണ നിർമ്മാണത്തിൻ്റെ ഫോർമാനായി ₹1 ശമ്പളത്തിൽ നിയമിക്കപ്പെട്ടു. ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും ഉണ്ടായിരുന്നു. ജയിലിലെ ഔദ്യോഗിക ഭാഷ ഉറുദുവായിരുന്നു. ഉറുദുവിനെതിരെ ഹിന്ദിയെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് പ്രധാനമായി ശുദ്ധി പ്രസ്ഥാനം നടത്തിയിരുന്നത്. ഉറുദുവിനെതിരായി ശബ്ദിക്കുക എന്നതായിരുന്നു സാംസ്കാരിക പ്രവർത്തനം. അതിനിടയിൽ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി വന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എതിർത്ത് സവർക്കർ രംഗത്തെത്തുകയും ചെയ്തു. ആപത്ത് എന്നാണ് അദ്ദേഹം ഖിലാഫത്തിനെ വിളിച്ചത്. ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കടക്കുകയും ചെയ്തിരുന്നു. ഗാന്ധിജി ജയിലിലേക്കുള്ള വഴിയിലായി. അപ്പോൾ സവർക്കർ ജയിലിന് പുറത്തേക്കെത്തുകയായിരുന്നു. 50 വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട സവർക്കർക്ക് അന്തമാൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് മോചനം കിട്ടി. ഇന്ത്യ വൻകരയിലേക്ക് തടവ് ശിക്ഷ മാറ്റി. ആദ്യം ആലിപ്പൂർ ജയിൽ, പിന്നെ ബോംബെ പ്രസിഡൻസിയിലെ രത്നഗിരിയിലെ ജില്ലാ ജയിൽ. ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയത്തെ എതിർസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് പോരാടാം എന്ന് അപേക്ഷ അയച്ച് രാഷ്ട്രീയം പ്രഖ്യാപിക്കുമ്പോഴും പക്ഷേ ജയിൽ മോചനത്തിനായി ഗാന്ധിയുടെ സഹായവും തേടി സവർക്കർ. ഒടുവിൽ സവർക്കർ തൻ്റെ 6ാമത്തെ മാപ്പപേക്ഷ, നേരത്തെ പറഞ്ഞതിൽ അയക്കാത്ത മാപ്പപേക്ഷ ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും കൂട്ടാതെയാണ് ഇങ്ങനെ 6 നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുത്ത 6 മാപ്പപേക്ഷ. 6ാമത്തെ മാപ്പപേക്ഷ 1921 ആഗസ്റ്റ് 19 അയച്ചു. വിശദമായ അപേക്ഷയിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്. അങ്ങയ്ക്ക് മുമ്പാകെ അപേക്ഷകൻ ഉറപ്പ് തരുന്നത് എന്തെന്നാൽ കുറ്റകൃത്യത്തിൻ്റെ നാളുകളിലെ ആളല്ല ഇപ്പോൾ അപേക്ഷകൻ. അക്കാലത്ത് അയാൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു. അന്നു മുതൽ അവൻ വളർന്നത് പ്രായത്തിൽ മാത്രമല്ല അനുഭവങ്ങളിൽ കൂടിയുമാണ്. മാത്രമല്ല ഇനി ഒരിക്കലും രാഷ്ട്രീയ മോഹങ്ങളുടെ ചുഴിയിൽ വീണ് ഇതിനകം ലഭിക്കേണ്ടിയിരുന്ന ഉജ്ജ്വലമായ പദവി നശിപ്പിക്കില്ല എന്നും അപേക്ഷകൻ പശ്ചാത്തപിക്കുന്നു. ബഹുമാനപ്പെട്ട മിസ്റ്റർ മൊണ്ടാഗു ഇന്ത്യ സന്ദർശിച്ച അന്ന് മുതൽ അപേക്ഷകൻ പരിഷ്കരണങ്ങളിലും വാഗ്ദാനങ്ങളിലുമുള്ള വിശ്വാസം ഗവൺമെൻറ്റിനുള്ള മുൻ നിവേദനങ്ങളിലൂടെ ആവർത്തിച്ച് വ്യക്തമായി നടത്തിയിട്ടുണ്ട്. പരസ്പര ബന്ധിതമായ ഏഷ്യൻ തീവ്രവാദികൾ ഇന്ത്യക്കുമേൽ, പ്രത്യേകിച്ചും മുഹമ്മദിയേതര ഇന്ത്യക്കുമേൽ പരമ്പരാഗതമായി തന്നെ പതിച്ച ശാപം പോലെയുള്ളവർ അതിർത്തിയിൽ ഇപ്പോൾ തമ്പടിക്കുന്ന കാഴ്ച. ബ്രിട്ടീഷ് സാമ്രാജ്യത്വവുമായി വളരെ അടുത്തതും വിനീതവുമായ ഒരു സഹകരണം രണ്ടു കൂട്ടർക്കും നല്ലതും ഒഴിവാക്കാനാകാത്തതുമായ ഒന്നാണ് എന്ന വിശ്വാസത്തിലേക്ക് അപേക്ഷകനെ തള്ളിവിട്ടിട്ടുണ്ട്. അത് ദീർഘകാലം നിലനിൽക്കുന്നതും ഫലവത്തായതുമായ ഒന്നാകണം എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഇതാണ് അപേക്ഷയിലെ പ്രധാനപ്പെട്ട ഭാഗം. എന്നിട്ട് ഇതിൻ്റെ ഉപസംഹാരത്തിൽ സവർക്കർ ഇങ്ങനെ എഴുതി: അപേക്ഷകൻ്റെയും സഹോദരൻ്റെയും ഉടനടിയുള്ള മോചനത്തിന് ബഹുമാനപ്പെട്ട ഗവർണർ ജനറലിനെയും ബോംബെ ഗവർണറെയും പ്രേരിപ്പിക്കുന്നതിൽ ഈ നിവേദനം പരാജയപ്പെടില്ല എന്ന കാര്യത്തിൽ അപേക്ഷകൻ ആത്മവിശ്വാസം പുലർത്തുന്നു. ആ കാരുണ്യത്തിനു വേണ്ടി, അവരുടെ ദീർഘായുസ്സിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് അപേക്ഷകൻ്റെ അവസാനത്തെ വാചകം. ആ നിവേദനം പരാജയപ്പെട്ടില്ല. പക്ഷേ 1921 ജൂലൈ 4 ബോംബെ ഗവൺമെൻറ് വിനായകൻ്റെ കത്ത് പരിഗണിക്കുന്നതായി മറുപടി നൽകി. 1922 സെപ്റ്റംബറിൽ നേരിട്ടുള്ള 6 മാപ്പപേക്ഷകൾക്കും ബന്ധുക്കളുടെ നിരവധി അപേക്ഷകൾക്കും ശേഷം സവർക്കറുടെ മോചനം യാഥാർത്ഥ്യമായി. അദ്ദേഹം പുറത്തിറങ്ങി. അതായത് ഇപ്പോൾ ചില സംഘപരിവാർ ബുദ്ധിജീവികൾ പ്രചരിപ്പിക്കുന്ന പോലെ ഓരോ തവണ അറസ്റ്റ് ഉണ്ടാകുമ്പോഴും തന്ത്രപരമായി മാപ്പ് പറഞ്ഞ് പുറത്തു വന്ന് വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട് വീണ്ടും അകത്ത് പോയി വീണ്ടും മാപ്പപേക്ഷിച്ച് അമ്മാതിരി പരിപാടി ആയിരുന്നില്ല അത്. അന്തമാനിൽ നിന്ന് പുറത്തിറങ്ങുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുള്ള
6 മാപ്പപേക്ഷകൾ, അല്ലെങ്കിൽ ആ ശിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള 6 മാപ്പപേക്ഷകൾ. ആ മാപ്പപേക്ഷ സ്വീകരിച്ചാണ് ജയിൽ മോചനം ലഭിച്ചത്. മാത്രമല്ല, ജയിൽ മോചനത്തിന് ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം അമ്മാതിരി പരിപാടിക്ക് നിന്നിട്ടില്ല. മാത്രമല്ല, മാപ്പപേക്ഷയിൽ കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തു. വീണ്ടും അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിലാണല്ലോ തന്ത്രപരമായ അടവ് നയത്തിൻ്റെ ഭാഗമായുള്ള മാപ്പപേക്ഷ എന്ന വാദം ശരിയാവുക. ജയിലിൽ നിന്നിറങ്ങി എന്താണ് സവർക്കർ ചെയ്തത്? ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നത് പോലെ പെരുമാറി തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഭരണഘടനാനുസൃതമായ പ്രവർത്തനം എത്രമാത്രം സാധ്യമായി എന്ന് തെളിയിക്കുന്ന പുസ്തകം എഴുതി. ഹിന്ദുത്വ എന്ന പേരിൽ 1923 എ മറാത്ത എന്ന വ്യാജനാമത്തിൽ ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന സവർക്കറുടെ മാഗ്നം ഓപ്പസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പുസ്തകം പുറത്തിറങ്ങി. പിന്നീടെല്ലാം ചരിത്രം. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സവർക്കറുടെ ശിഷ്യനായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. കുറ്റപത്രത്തിൽ സവർക്കർ പ്രതിയായി. കേസിൽ തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. എന്നാൽ 1965 മാർച്ച് 22 നിയമിച്ച ജെ.എൽ. കപൂർ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. സവർക്കറും ഗോഡ്സെയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി, തെളിവുകൾ നിരത്തി. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ട് നൽകും മുമ്പ് 1966 ഫെബ്രുവരി 26 സവർക്കർ മരിച്ചു. പിന്നീട് എഴുതിയ ഡസൻ കണക്കിന് കഥകൾ ക്ലച്ച് പിടിച്ച് ധൈര്യത്തോടെ പരസ്യമായി വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ഒടുവിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് സവർക്കറാണ് എന്ന ചോദ്യോത്തരം അവതരിപ്പിച്ച് സവർക്കറെ മറ്റൊരു തലത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അത് പ്രചരിപ്പിക്കാനും കുട്ടികളിൽ ഇഞ്ചക്ട് ചെയ്യാനും ഈ നമ്മുടെ കേരളത്തിലും ആളുകളുണ്ടായി. അധ്യാപകർ വരെ ഉണ്ടായി. സവർക്കറുടെ 6 മാപ്പപേക്ഷകൾ വായിക്കുമ്പോൾ അതെല്ലാം തന്ത്രപരം എന്ന് പറയുന്നതിലെ പൊള്ളത്തരം പൊളിഞ്ഞു വീഴും. പുറത്തിറങ്ങി സവർക്കർ എന്താണ് ചെയ്തത് എന്ന് നോക്കിയാൽ പിന്നീടും കാര്യങ്ങൾ വ്യക്തം. ബ്രിട്ടീഷുകാരോട് പോരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ അവസാനം വരെ നിലകൊണ്ട ഗാന്ധിജിയെ വെടിവെച്ചെന്ന കേസിൽ മുഖ്യപ്രതികളിൽ ഗൂഢാലോചന കേസിലെ പ്രതിയാക്കപ്പെട്ടവരെയും അതിനുശേഷവുമുള്ള ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഏത് വ്യാജ പ്രചരണങ്ങൾക്ക് മുന്നിലും ധൈര്യപൂർവ്വം ചരിത്രം വഴി നടത്തും എന്ന പ്രതീക്ഷ. നന്ദി, നമസ്കാരം.